ഹായ്, നമസ്കാരം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവാണെന്ന കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ വിശദീകരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ. എന്റെ പൊന്നു സാറേ, തൃശ്ശൂർക്കാരെ ആ ഉള്ള വിലയും നിലയും കളയരുത് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാല് സാറ് ഇപ്പൊ 2-3 ദിവസം മുമ്പൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ ഒരു വിഷയങ്ങളാണത്. അതിപ്പോ ഭാരതത്തിന്റെ മാതാവാണ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ തെറ്റ്? ഭാരതത്തെ 14 വർഷം ഇന്ത്യയെ ചൂണ്ടാണി വിരലിൽ കറക്കിയ ഇന്ദിരാഗാന്ധി എന്ന മുൻ പ്രധാനമന്ത്രി, ഗർജിക്കുന്ന സിംഹം, അവരെ ഇനി മാതാവാണെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പ്രശ്നം? മഹാത്മാഗാന്ധിയെ പിതാവാണെന്ന് പറയുകയും നെഹ്റു ഇന്ത്യയുടെ നല്ല ഒരു ഭരണാധികാരിയാണെന്ന് പറയുകയും ചെയ്യുന്ന ഭാരതത്തിലെ ജനങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഒരു മാതാവാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അവരൊരു മാതാവ് തന്നെയല്ലേ? അവർക്ക് മക്കളില്ലേ? അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ അവരെ ഒരു ഉമ്മയാണ്, അമ്മയാണ്, മാതാവാണെന്നൊക്കെ പറയാ. അതിലിപ്പോ സുരേഷ് ഗോപി സാറ് പറഞ്ഞതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടെ സുരേഷ് ഗോപി സാർ NDA എന്ന പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രതിഷേധം BJPയിൽ നിന്നും RSS സംഘടനയിൽ നിന്നും ശക്തമായ ഒരു തിരിച്ചടി വരും എന്നുള്ള ഒരു ഭയത്താലാണ് സുരേഷ് ഗോപി സാർ ഇപ്പോൾ കിടന്ന് ഈ ഉരുണ്ട് കളിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാറേ. സാറ് പറഞ്ഞ ഒരുപാട് ഡയലോഗ് അടിച്ച ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ അല്ലേ? അതിലൊക്കെ ഇപ്പോൾ ഇവിടുത്തെ CPM രാഷ്ട്രീയത്തെ തന്നെ സാറ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചതിൽ CPM സഖാവ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരുപാട് സിനിമകളിൽ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സാറിന് ഈ പാർട്ടി സാറിന് ഒരിക്കലും ചേരില്ല. എങ്കിലും സാറിൻ്റെതായിട്ടുള്ള ആ ഒരു വ്യക്തിത്വപരമായിട്ടുള്ള ഒരു നിലപാടിൽ സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് NDA എന്ന ആ ഒരു പ്രസ്ഥാനത്തിന്റെ തൃശ്ശൂർ ജില്ലയിലെ ഒരു MP ആയി മാറി. ഞങ്ങൾക്കും അഭിമാനിക്കാം സുരേഷ് ഗോപി എന്ന ആ മഹാനെ.